അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണമായ ലോകത്ത് പരസ്യമായ ഒരു രഹസ്യമുണ്ട്. രാജ്യങ്ങൾക്കിടയിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. മറിച്ച് ഓരോ രാജ്യത്തിനും അവരുടേതായ ശാശ്വതമായ താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ നയതന്ത്ര സൈനിക സഖ്യങ്ങളിലൊന്നാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ളത്. എന്നാൽ ഈ അചഞ്ചലമെന്ന് കരുതപ്പെട്ടിരുന്ന ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന തികച്ചും അസാധാരണവും നാടകീയവുമായ ചില സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിന് കീഴിലുള്ള ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇസ്രയേലിൽ നിന്നുള്ള ചാരപ്രവർത്തന ഭീഷണി നില ഏറ്റവും ഉയർന്ന തലമായ ക്രിട്ടിക്കൽ എന്നതിലേക്ക് ഉയർത്തിയിരിക്കുന്നു. തികച്ചും ശത്രുരാജ്യങ്ങൾക്ക് മാത്രം നൽകാറുള്ള ഈ മുന്നറിയിപ്പ് ഒരുറ്റ സുഹൃത്ത് രാഷ്ട്രത്തിന് നൽകേണ്ടി വരുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള അമേരിക്കയുടെ സമാധാന ചർച്ചകളും അതിൽ ഇസ്രയേലിനുള്ള കടുത്ത വിയോജിപ്പുകളുമാണ് മിത്രങ്ങൾക്കിടയിലെ ഈ പുതിയ ഒളിപ്പോരിന് കാരണമായിരിക്കുന്നത്. ചരിത്രപരമായി നോക്കുമ്പോൾ സഖ്യകക്ഷികൾ പരസ്പരം വിവരങ്ങൾ ശേഖരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ കടന്നു കയറിയിരിക്കുന്നു എന്നാണ്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരെയാണ് ഇസ്രയേൽ വ്യാപകമായി നിരീക്ഷിക്കുന്നത്. പുതിയ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാവി നയതന്ത്രങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ചോർത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖ്യ മധ്യസ്ഥനായ സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗണിലെ ഉന്നത നയരൂപീകരണ ഉദ്യോഗസ്ഥനായ എൽബ്രിഡ്ജ് കോൾബി, അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി മൈക്കൽ പി ഡിമിനോ തുടങ്ങിയ ഉന്നതർ ഇസ്രയേലിന്റെ നിരീക്ഷണ വലയത്തിലാണെന്ന കണ്ടെത്തൽ അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അവ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇസ്രയേൽ ചോർത്തിയെടുക്കുന്നു എന്ന തിരിച്ചറിവാണ് പെന്റഗണിനെ പ്രകോപിപ്പിച്ചത്. ഈ ചാരപ്രവർത്തനം വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അങ്ങേയറ്റം കടന്നുകയറ്റ സ്വഭാവമുള്ള നൂതന സാങ്കേതിക വിദ്യകളാണ് ഇതിനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിൽ ആശയവിനിമയങ്ങൾ ചോർത്താൻ സഹായിക്കുന്ന പ്രത്യേക സോഫ്റ്റ്വെയറുകൾ രഹസ്യമായി ഇൻസ്റ്റാൾ ചെയ്തതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സൈബർ ഇടങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രയേൽ. അവരുടെ പെഗാസസ് പോലെയുള്ള സ്പൈവെയറുകൾ മുൻപും ലോകമെമ്പാടും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ആശയവിനിമയങ്ങളിലേക്ക് വരെ സഖ്യകക്ഷി കടന്നു കയറുന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിൽ സേവനമനുഷ്ഠിക്കുന്നവരും അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുമായ അമേരിക്കൻ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ പെന്റഗൺ നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ നയതന്ത്രം എത്രത്തോളം ദുർബലവും അപകടകരവുമാണ് എന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. ഇസ്രയേൽ എന്തിനാണ് ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇറാനിലാണ് കിടക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക ബാധ്യതകൾ കുറയ്ക്കാനും ആഗോളതലത്തിൽ മറ്റു വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താൻ അതിയായ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ഈ നീക്കത്തെ കാണുന്നത് തങ്ങളുടെ അസ്തിത്വത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയായാണ്. ഫോക്സ് ന്യൂസ് പുറത്തുവിട്ട നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ ഇറാൻ സമാധാന കരാർ അട്ടിമറിക്കാൻ ഇസ്രയേൽ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സമാധാന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ മേഖലയിൽ സൈനിക ആക്രമണങ്ങൾ നടത്തി പ്രകോപനം സൃഷ്ടിക്കുക എന്നത് ഈ അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്നു. ഇത്തരം ആക്രമണങ്ങൾ ഇറാനെ പ്രകോപിപ്പിക്കുകയും അതിലൂടെ അമേരിക്കയെ വീണ്ടും നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. ചർച്ചകളിലെ അമേരിക്കൻ നിലപാടുകൾ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ ഇസ്രയേലിന് എളുപ്പത്തിൽ സാധിക്കും. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുക്കമല്ല എന്നത് ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. ഇറാനുമായോ മറ്റേതെങ്കിലും രാജ്യവുമായോ അമേരിക്ക ഉണ്ടാക്കുന്ന ഒരു കരാറിന്റെ പേരിൽ തന്റെ കൈകൾ ബന്ധിക്കപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് നെതന്യാഹു തുറന്നടിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും രാജ്യത്തിന് ഭീഷണി ഉള്ളിടത്തോളം കാലം ലബനനിൽ നിന്ന് പിന്മാറില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ സ്വീകരിക്കുമ്പോഴും തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾക്ക് കാത്തുനിൽക്കാൻ ഇസ്രയേൽ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് നെതന്യാഹു നൽകുന്നത്. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രയേൽ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം വാഷിംഗ്ടണിൽ ശക്തമാകാൻ ഈ നിലപാട് കാരണമായിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ പുതിയ വിള്ളൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അത് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സമാധാന പ്രക്രിയകളെയും ബാധിക്കുന്ന ഒന്നാണ്.
സഖ്യകക്ഷികൾ പരസ്പരം വിശ്വസിക്കാതിരിക്കുകയും ഒരു രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങളെ മറ്റേ രാജ്യം സൈനികമായി അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സമാധാനം എന്നത് വെറുമൊരു മരീചികയായി മാറുകയാണ്. ചാരപ്രവർത്തനം പിടിക്കപ്പെട്ടതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിൽ വലിയ വിള്ളലുകളാണ് വീണിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അതിർത്തികളിലെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അതിനായി ഏത് സഖ്യകക്ഷിയെയും പിണക്കാൻ അവർ തയ്യാറാണ് എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. മറുവശത്ത് സ്വന്തം ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്ന ഒരു സഖ്യകക്ഷിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വലിയ ധർമ്മസങ്കടത്തിലാണ് അമേരിക്കൻ ഭരണകൂടം. വരും നാളുകളിൽ ഈ രഹസ്യ പോരാട്ടം പരസ്യമായ നയതന്ത്ര ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ അതോ ഉന്നതതല ഇടപെടലുകളിലൂടെ പരിഹരിക്കപ്പെടുമോ എന്നതിൽ ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തുതന്നെയായാലും മിത്രങ്ങൾക്കിടയിലെ ഈ ചാരപ്രവർത്തന വിവാദം അന്താരാഷ്ട്ര നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നായി മാറും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.